ഒരു ക്ഷേത്രത്തിലെ ദേവത എന്താണ് ആഗ്രഹിക്കുന്നത്, അവിടെ എന്തു മാറ്റങ്ങൾ വേണം എന്നതൊക്കെ തിരിച്ചറിയാനായി വിശ്വാസപരമായുള്ള ഏക മാർഗമാണ് ദേവപ്രശ്നം. ഭഗവാന്റെ പറയുന്നതായി അല്ലെങ്കിൽ ഭഗവാന്റെ പറച്ചിലായി തന്നെയാണ് ദേവപ്രശ്നത്തിൽ തെളിയുന്നത് എന്നതാണ് വിശ്വാസം. ഇതാ ശബരിമലയിൽ ദേവപ്രശ്നത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ കൗതുകമാവുകയാണ്. 2014 ദേവപ്രശ്നം ഇന്നത്തെ സംഭവവികാസങ്ങളുടെ കൃത്യമായ സൂചകമായിരിക്കണം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ വളരെ ശ്രദ്ധിക്കണം. അപായം, വ്യവഹാരം, മാനഭംഗം, ജയിൽവാസം മുതലായവയ്ക്ക് സാധ്യതയുണ്ട് എന്നായിരുന്നു 2014 ദേവപ്രശ്നത്തിൽ പറഞ്ഞു വെച്ചത്. ഒപ്പം കൊടിമരം മാറ്റാൻ നിർദ്ദേശം നൽകിയതും ഈ ദേവപ്രശ്നത്തിലാണ്. 18-ാം പടിയുടെ സ്ഥാനവും അളവും മാറ്റരുത്, 18-ാം പടിയിൽ കൈവരി പണിയാമെന്നും അന്നത്തെ ദേവപ്രശ്നത്തിൽ നിർദ്ദേശിച്ചു. നിലവിലെ സംഭവവികാസങ്ങളിൽ ഭഗവാന്റെ തീരുമാനങ്ങൾ എന്ത് എന്നറിയാനുള്ള ആഗ്രഹം ഇപ്പോൾ ഏതൊരു ഭക്തനും ഉണ്ടാകും. കാരണം ശബരിമലയിൽ സംഭവിച്ച കൊള്ള അത്രയേറെ ഓരോ ഭക്തനെയും വിശ്വാസിയെയും വേദനിപ്പിച്ചിട്ടുണ്ട്. ദേവപ്രശ്നം തീരുമാനിക്കേണ്ടതിന് ആചാരപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് അനുകൂലമാണെങ്കിൽ ശബരിമലയിൽ ഇപ്പോൾ വേണ്ടത് ഒരു ദേവപ്രശ്നം കൂടിയാണ്.